കഴിഞ്ഞ ദിവസമാണ് ഷാർജയിൽ അഴീക്കോട് സ്വദേശികളായ യുവതിയും 5 വയസ്സുള്ള മകളും മരണപ്പെട്ട വാർത്ത പുറത്തുവന്നത്. എന്നാൽ ആദ്യം ചില മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇരുവരുടേതും ഒരു അപകടമാണ് എന്ന നിലയിലായിരുന്നു. റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ രണ്ടുപേരെയും അമിത വേഗതയിൽ ഒരു വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സംഭവത്തിൽ ഇപ്പോൾ യുവതിയുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. കണ്ണൂർ അഴീക്കോട് പുതിയപറമ്പ് പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ആർഷ അഷിതയിൽ ആർഷയും ഏകമകൾ റൂഹിയുമാണ് മരണപ്പെട്ടത്. ഏതാനും വർഷമായി ഭർത്താവ് നിഖിലിനൊപ്പം ഷാർജ അൽ നെഹ്ദയിൽ സഹാറ മാളിന് സമീപത്തെ ഫ്ളാറ്റിലാണ് ഇവർ താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 7:15 പ്രവാസി സമൂഹത്തെ നടുക്കിയ സംഭവം നടക്കുന്നത്. വലിയൊരു ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് റോഡിലും സമീപത്തെ നടപ്പാതയിലുമായി ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ഇതാണ് അപകട മരണമാണെന്ന് ആദ്യം സംശയത്തിനിടയാക്കിയത്. സംഭവത്തിൽ ഇപ്പോൾ പോലീസ് പറയുന്നത് 15ാം നിലയിലെ ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ബാൽക്കണിയുടെ മുകളിൽ നിന്നും 5 വയസ്സുകാരിയായ മകളെ താഴേക്ക് എറിഞ്ഞ ശേഷം 35-കാരി അമ്മ ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ്. കെട്ടിടത്തിലെ 6 നിലകളിലെ പാർക്കിംഗ് സൗകര്യവും ജിംനേഷ്യം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കൂടി കണക്കാക്കുമ്പോൾ ഏകദേശം 22 നിലകളുടെ ഉയരത്തിൽ നിന്നാണ് ഇരുവരും താഴേക്ക് പതിച്ചത് എന്നാണ് കെട്ടിടത്തിലെ ജീവനക്കാർ നൽകുന്ന വിവരം. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് നിഖിലിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അപകടം നടക്കുന്നതിന്റെ തലേ ദിവസം ഈ ഫ്ളാറ്റിൽ കുടുംബവഴക്ക് നടന്നതായും ഇതേ തുടർന്ന് പോലീസ് ഇവിടേക്ക് എത്തിയിരുന്നതായും അയൽവാസികൾ വെളിപ്പെടുത്തി. ആർഷയുടെ സഹോദരി അഷിതയും ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിന് തൊട്ടടുത്തുള്ള ഫ്ളാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത്. ഭാര്യയ്ക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ഭർത്താവ് തന്നോട് പറഞ്ഞിരുന്നതായി അവിടുത്തെ സുരക്ഷാ ജീവനക്കാരനും വ്യക്തമാക്കുന്നുണ്ട്. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്ന ഭർത്താവുമായി യുവതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. 7 വർഷത്തോളമായി ഇവർ ഇതേ ഫ്ളാറ്റിൽ തന്നെയാണ് താമസിച്ചു വന്നിരുന്നത്. എല്ലാവരോടും പുഞ്ചിരിയോടെ മാത്രം പെരുമാറിയിരുന്ന 5 വയസ്സുകാരിയുടെയും അമ്മയുടെയും അപ്രതീക്ഷിത വിയോഗം കെട്ടിടത്തിലെ താമസക്കാരെയും ഇവരുടെ സുഹൃത്തുക്കളെയും എല്ലാം കടുത്ത ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ദിവസവും രാവിലെ സ്കൂളിൽ പോകാൻ പിതാവിനൊപ്പം ഇറങ്ങുമ്പോൾ കൈവീശി യാത്ര പറഞ്ഞിരുന്ന കൊച്ചുമിടുക്കിയുടെ മുഖം ഇപ്പോഴും കണ്ണിൽ നിന്നും മായുന്നില്ല എന്നാണ് കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരൻ സങ്കടത്തോടെ പറഞ്ഞത്. കേസ് ആത്മഹത്യയായി രജിസ്റ്റർ ചെയ്ത ഷാർജ പോലീസ് തുടർ നടപടികൾക്കായി കേസ് ഫയലുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട്. നിഖിലിന്റെ പിതാവും സഹോദരനും ഭാര്യയും കുടുംബവും എല്ലാം UAE-യിൽ തന്നെയാണുള്ളത്. അഴീക്കോട് സ്വദേശി TK പുരുഷോത്തമൻ ഗീതാ ദമ്പതികളുടെ മകളാണ് മരണപ്പെട്ട ആർഷ.